കർണാടകയിൽ മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ രക്ഷാപ്രവർത്തനം തുടരാൻ സമ്മർദ്ദം ശക്തമാക്കുകയാണ് കേരളം. തിരച്ചിൽ തുടരണമെന്ന് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കർണാടക റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചുവെന്നും സിദ്ധരാമയ്യയുമായി സംസാരിച്ച് തീരുമാനം അറിയിക്കാമെന്ന് റവന്യൂ മന്ത്രി ഉറപ്പു നൽകിയെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഇത് ഇങ്ങനൊരു ആവശ്യം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർണാടകത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഊർജിതമാക്കുക, തിരച്ചിൽ പ്രക്രിയ തുടരുക, ഈ രണ്ട് ആവശ്യമാണ് നമുക്കുള്ളത്. ഒരു ഫലപ്രാപ്തിയിലെത്തുന്നതുവരെ അത് നടക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. ആ അഭ്യർത്ഥന ഞങ്ങളിവിടെ ആവർത്തിക്കുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഷിരൂരിൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് കാർവാർ എം.എൽ.എ. സതീഷ് സെയിൽ പറഞ്ഞു. നദിയിൽ നിലവിലെ സാഹചര്യത്തിൽ ഡ്രഡ്ജിംഗ് നടത്താനാകില്ല എന്നും എം.എൽ.എ. വ്യക്തമാക്കി. But only the Hitchis sea mouth and that railway bridge underpass. Railway bridge underpass height of the water is 5 meters from the 0 point. Now we have to check. I have already given the intimation to 3-4 people. Particularly maximum 5-meter height, one barge along with the pokeline. If we are getting that, then nothing to worry on this. That we are trying. I have given the intimation to Bombay and Cochin and Goa shipyard also. That the contractor will tell us any possibilities there. Barge mounted pokeline. പുഴയിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി പി.കെ. സരീഷ് ചേരുന്നു. സരീഷ്, ഇന്ന് ഷിരൂരിലെ കാലാവസ്ഥ അനുകൂലമാണ്, മഴയ്ക്ക് ശമനമുണ്ട്, ഒപ്പം പുഴയിലെ ഒഴുക്കും കുറഞ്ഞിട്ടുണ്ട്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിലും പുരോഗമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ഒപ്പം ഇന്ന് ഈ ദിവസം പരമാവധി തിരച്ചിലിന് ശ്രമിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായകവുമാണ് ഈ ദിനം. തീർച്ചയായും ഏറ്റവും നിർണായകമായ ഒരു ദിവസത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. കാരണം ഇന്നെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ളൊരു അനുകൂലമായ വാർത്ത വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ മുതൽ ഈ മേഖലയിൽ കേന്ദ്രീകരിച്ച് നേവിയും സൈനിക ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ മാൽപ്പയുടെ നേതൃത്വത്തിൽ, ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുന്നു. അതിലേക്ക് ഈ അദ്ദേഹത്തിൻ്റെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവരുടെ അനുമതിയോടെ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. അങ്ങനെ വലിയ രീതിയിൽ പ്രാധാന്യത്തുള്ള ദിവസം തന്നെയാണ് ഇന്ന്. ഇപ്പോൾ നമ്മോടൊപ്പം തൃക്കരിപ്പൂർ എം.എൽ.എ. രാജഗോപാൽ കൂടി ചേരുകയാണ്. നിലവിലൊരു സാഹചര്യം എന്താണ്? നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടോ? അല്ല, പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെയാണ് തെരച്ചിൽ ത്വരിതപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ നിന്ന് വ്യത്യസ്തമായി കുറേയും കൂടി ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈശ്വർ ഇന്ന് 1-2 ഡൈവിങ് കഴിഞ്ഞു. അപ്പോൾ അവിടെയുള്ള ഈ വൈദ്യുതി കമ്പിയൊക്കെ നേരത്തെ ഈ ദുരന്തത്തിൽ പൊട്ടി വീണുകൊണ്ട് തന്നെ വലിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് മരങ്ങളും മറ്റൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ളൊരു അവിടെ തടസ്സങ്ങളുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങൾ നീക്കാൻ സഹായകരമായിട്ടുള്ള അടിയന്തര ഇടപെടലുകളാണ് ഇന്ന് സേനാ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ മിഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. നിലവിൽ ഇപ്പോഴും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തൊരു മെല്ലെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണോ സർക്കാർ വീണ്ടും ഈ രക്ഷാപ്രവർത്തനം തുടരണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കേണ്ടി വരുന്നത്? അവർ ന്യായമായിട്ടും ഈ കഴിഞ്ഞൊരു 10-12 ദിവസക്കാലമായിട്ട് ഉള്ളൊരു ഫീൽഡിലുണ്ട്. ഇപ്പോൾ ഇനി 3 പേരെയാണ് മിസ്സിംഗ് ഉള്ളത്. ലോകേഷ്, ജഗന്നാഥ, കേരളത്തിൻ്റെ അർജുനും. ബാക്കി 8 പേരെ മുമ്പേ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം അത് വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു ഇടപെടൽ തന്നെയാണ് കർണാടക സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ വളരെ ഉറച്ച സ്റ്റാൻഡാണ്, നന്നായിട്ട് തന്നെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്ന വനം വകുപ്പ് മന്ത്രിയുമായിട്ട് ടെലിഫോൺ ഡിസ്കസ് ചെയ്ത് ആ നിർദ്ദേശമാണ് ഇന്ന് രാവിലത്തെ യോഗത്തിൽ അവതരിപ്പിച്ചത്. നമ്മളൊരു അങ്ങനെ കമ്പൽ ചെയ്യാൻ വേണ്ടി കഴിയില്ല, നമുക്ക് പരിമിതികളുണ്ട്. പക്ഷേ മിനിസ്റ്റർ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അതിനകത്ത് ഒപ്പീനിയൻ അതിനകത്ത് അറിയിക്കുകയും
അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന് ധരിപ്പിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ തന്നെ CM to CM എന്നുള്ള നിലക്ക് കേരള മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് വീണ്ടും കത്തെഴുതുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രി രണ്ടാം തവണ വീണ്ടും കത്തെഴുതി ഇതിൻ്റെ തെരച്ചിൽ ഊർജിതപ്പെടുത്താനും അർജുനെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണം ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ MLA-മാരാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മഞ്ചേശ്വരം MLA ആദ്യ അവസാനം കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലത്ത് കല്യാശ്ശേരി MLA വിജിൻ ഞാനുമാണ് ഇവിടെ 2 ദിവസമായിട്ട് ഉള്ളത്. റിയാസ് മിനിസ്റ്റർ 2 ദിവസം ഉണ്ടായിരുന്നു. ശശീന്ദ്രൻ മിനിസ്റ്റർ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് സാധ്യമായതെല്ലാം ഇവരുമായി ഇതിൽ ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അന്വേഷണം നിർത്തിവെക്കണമെന്നുള്ള ഒരു ഡിമാൻഡ് നമ്മുടെ ഭാഗത്തുനിന്നില്ല. അന്വേഷണം ശക്തമായി നടത്തണം, അല്ലെങ്കിൽ തെരച്ചിൽ ഊർജിതമാക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ അടുത്ത ഘട്ടം എന്ത് എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ? കാരണം അവർ സാധ്യമായതെല്ലാം ചെയ്തു എന്നാണ് MLA ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ആ അടുത്ത ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിലേക്കായിരിക്കും കടക്കുക എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചില്ല? അതിൻ്റെ സൂചനകൾ ഇപ്പോൾ ഇല്ല. ഇന്നത്തെ ഇപ്പോൾ ഈ ഒരു തെരച്ചിൽ കൂടി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു മോണിറ്ററിംഗ് നടത്തിയതിന് ശേഷമായിരിക്കും അടുത്ത ഒരു പ്രായോഗിക നിലപാടിലേക്ക് പോകാൻ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തിരച്ചിൽ തുടരും എന്ന നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് ഇതിൽ തന്നെയാണ് ഇപ്പോൾ കേരളം പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത്. കാരണം ഈ തിരച്ചിൽ തുടരണം എന്നൊരാവശ്യം സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു തരത്തിലും ഈ പിന്നോട്ട് പോകരുത് എന്ന് കേരളം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും പുതിയ സംഘത്തെ എത്തിക്കുകയും ഈ മാൽപ്പ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് വരികയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊണ്ടുവരണം എന്നൊരാവശ്യമുണ്ടായിരുന്നു. പക്ഷേ അത് സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അത് ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ളതാണ് മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇന്നലെ പറഞ്ഞത്. നിലവിൽ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മന്ത്രി AK ശശീന്ദ്രൻ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 MLA-മാർ, സംസ്ഥാനത്തുള്ള 3 MLA-മാർ, മഞ്ചേശ്വരം MLA AK അഷ്റഫ്, ഒപ്പം കല്യാശ്ശേരി MLA M വിജിൻ, ഒപ്പം തൃക്കരിപ്പൂർ MLA M രാജഗോപാൽ, ഈ 3 MLA-മാരും ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. പക്ഷേ നിലവിൽ നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ തിരച്ചിലിൽ ഈ മുങ്ങിയുള്ള തിരച്ചിലിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൂചന ലഭിക്കും എന്ന് തന്നെയാണ്. നിലവിൽ 2 തവണ അദ്ദേഹം ഡൈവ് ചെയ്തിട്ടുണ്ട്. ആദ്യം വലിയ പ്രതിസന്ധിയായി മാറിയിരുന്നത് ഈ പുഴയ്ക്ക് കുറുകെയുള്ള അല്ലെങ്കിൽ പുഴയിൽ അടിയിലുള്ള ഈ വൈദ്യുതി ലൈനിൻ്റെ കമ്പിയായിരുന്നു. കാരണം താഴേക്ക് പോകും തോറും ഈ റോപ്പ്, ഈ ഡൈവർമാരെ റോപ്പ് ബന്ധിപ്പിച്ചാണ് താഴേക്ക് ഇറക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ അത് ഒരു പ്രതിസന്ധിയായി തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അത് ഈ റോപ്പ് നിലവിൽ എടുത്തു മാറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ താഴെത്തട്ടിലേക്ക് കൂടുതലായി പോകാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ താഴെത്തട്ടിലേക്ക് പോകാൻ സാധിച്ചാൽ തീർച്ചയായും വലിയ പ്രതിസന്ധിയില്ലാതെ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ വിജയനുണ്ട്. നിലവിലൊരു സാഹചര്യം എങ്ങനെയാണ്? നമുക്ക് അനുകൂലമായി ഏതെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടോ? അല്ല, നമ്മളിപ്പോഴും ഈ എൻക്വയറി നടത്തുക, അതായത് അത് ഊർജിതപ്പെടുത്തുക എന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇന്നും കർണാടക CM-നൊരു കത്തയക്കുകയുണ്ടായി. അന്വേഷണം ഊർജിതപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ശശീന്ദ്രൻ മിനിസ്റ്റർ ഇവിടെ തന്നെ അദ്ദേഹം ഇന്നലെ തന്നെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മിനിസ്റ്ററും കേരളത്തിലെ ഞാനും രാജഗോപാൽ MLA-യും മഞ്ചേശ്വരം MLA അഷ്റഫും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും സ്ഥല MLA-യും ചേർന്നുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചർച്ചകൾ നടത്തി. അപ്പോൾ സാധ്യമാകുന്നതെല്ലാം നിർവഹിക്കണം എന്നുള്ളത് തന്നെയാണ് കേരളം ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അന്വേഷണം ഊർജിതപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മൻപയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ ഡൈവിംഗ് തുടരുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ രാവിലെ ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കാരണം ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണ് അതിൻ്റെ ചില തടസ്സങ്ങൾ ഇന്നലെയുള്ള ഡൈവിങ്ങിൽ ഉണ്ടായിരുന്നു എന്നത് അത് മാറ്റുക എന്നുള്ളതാണ് രാവിലെ ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി. അത് പൂർണ്ണമായി ഇപ്പോൾ മാറ്റി വീണ്ടും നമ്മൾ ഇന്നലെ കണ്ട സ്പോട്ടിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നേവിയുടെ കൂടി സപ്പോർട്ടോടു കൂടിയുള്ള മൻപെ അദ്ദേഹത്തിൻ്റെ ഡൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പോയിന്റ്, ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് തന്നെയാണ് ഇന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഊർജിതമാക്കുക, സാധ്യമാകുന്നതെല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില സാങ്കേതികമായ ചില കാര്യങ്ങളുണ്ട്. നമുക്കും ചില ആളുകളൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടുത്തെ ജില്ലാ ഭരണകൂടവുമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ പോസിബിലിറ്റി കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ഊർജിതപ്പെടുത്തുക എന്ന ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. മൻപയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഡൈവിംഗ് അത് തുടർന്നുകൊണ്ടിരിക്കുക, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
നിലവിൽ കാർവാർ MLA സംസാരിക്കുമ്പോൾ അവർ പറയും നമുക്ക് സാധ്യമായതെല്ലാം കഴിഞ്ഞു, ഇനി അപ്പുറത്തേക്ക് എന്ത് എന്നൊരു ചോദ്യമുണ്ട്. സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുമ്പോഴും കൃത്യമായ ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് കാർവാർ MLA പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സജഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇനി എന്ത് എന്നതിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും കാര്യത്തിൽ അവരിങ്ങോട്ടേക്ക് സജഷൻസ് വെച്ചിട്ടുണ്ടോ? അല്ല, ഇവിടെ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ മുതൽ ബഹുമാനപ്പെട്ട മന്ത്രിമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ഇവിടെ പ്രവർത്തനത്തിൽ അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് നമ്മളും കാണുന്നത്. കാരണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടമാണ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അവരെ അറിയിക്കുക എന്ന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോഴും ഡ്രഡ്ജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സാധ്യത മണ്ണ് ആണ്. ഇന്നലെയും കൂടി അദ്ദേഹം ഡൈവ് ചെയ്തപ്പോൾ ഉണ്ടായത് മണ്ണ് കാണുന്നു. ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡൈവിങ് നടക്കുന്നു, പക്ഷേ അടിയിൽ മണ്ണ് മാത്രമാണ് കാണാൻ പറ്റുന്നതെന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഡ്രഡ്ജിങ് ഉൾപ്പെടെയുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില തടസ്സങ്ങൾ ഇവിടുത്തെ ഭരണകൂടം നമ്മൾ അറിയിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും അത്തരം മിഷനറിയുടെ സാധ്യതകളെക്കുറിച്ചും ടെക്നോളജിയുടെ ഉപയോഗത്തെക്കുറിച്ച് ഇപ്പോൾ നേരത്തെ ശശീന്ദ്രൻ മിശ്ര തന്നെ സംസാരിച്ചു. ഞാൻ നേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും അതിൻ്റെ സാധ്യത, നേവിയുടെ അടുത്തുള്ള ടെക്നോളജി അതിൻ്റെ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടും. അതിന് പുറമെ ചില പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ള ചില സഹായങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടിയുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ മൻപയുടെ നേതൃത്വത്തിലുള്ള സംഘം, നേവിയുടെ സപ്പോർട്ട് കൂടിയുള്ള നേരത്തെയുള്ള ഡൈവിംഗ് അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം. കേരളം പ്രതീക്ഷയിൽ തന്നെയാണ്. നമ്മളിപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഊർജിതപ്പെടുത്തുക എന്നുള്ള, മുന്നോട്ട് പോകണം, അന്വേഷിക്കണം എന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ ജിതിൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്, അർജുൻ്റെ കുടുംബം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ജിതിനോട് സംസാരിച്ചപ്പോഴും അവരും ആ ഒരു ആഗ്രഹത്തിൽ തന്നെയാണ്. അമ്മയോട് ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ അവരെല്ലാം സ്വാഭാവികമായിട്ടും ആ നിലയിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ സർക്കാരും ഇപ്പോൾ ആവശ്യപ്പെട്ടത്. അത് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കർണാടക CM-ന് അറിയിച്ച കത്തിലും ശശീന്ദ്രൻ മിശ്രയോട് അദ്ദേഹം മിനിസ്റ്റർ ആയിട്ട് CM സംസാരിച്ചിരുന്നു. അന്നേരം നടത്തിയിട്ടുള്ള സംഭാഷണത്തിൻ്റെ ഒക്കെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഇന്ന് ജില്ലാ ഭരണകൂടത്തോട് ഇവിടുത്തെ MLA-യോടൊക്കെ ഓരോ ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചത്. തീർച്ചയായും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് കർണാടക സർക്കാർ കൈക്കൊള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈശ്വറിൽ മാത്രമാണ് ഇപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്നത്. അദ്ദേഹം തിരിച്ച് കയറുമ്പോൾ തീർച്ചയായും വലിയ ഏതെങ്കിലും നിർണായകമായ സൂചനകൾ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ തിരച്ചിൽ, പുഴയിലേക്ക് ഇറങ്ങിയുള്ള തിരച്ചിൽ നടത്തുന്നതും. ഇപ്പോൾ 2 തവണ നിലവിൽ MLA-മാരാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത്, അവസാനമായി എത്തിയത്. നിലവിൽ 2 തവണ അദ്ദേഹം ഡൈവ് ചെയ്തിട്ടുണ്ട്. ആദ്യം സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഡൈവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിർണായകമായ ഒന്നും തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ സഹായിക്കുന്ന രീതിയിലുള്ള മാർഗങ്ങൾ ഇപ്പോൾ സേനയുടെ ഭാഗത്തു നിന്നും സഹായങ്ങൾ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ഇന്ന് വൈകിട്ടോടെയെങ്കിലും ഈ വാഹനത്തിനടുത്തേക്ക് എത്താൻ മാൽപ്പയ്ക്ക് സാധിച്ചാൽ തീർച്ചയായും അത് അങ്ങനെ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. കാരണം എന്തെങ്കിലും തരത്തിലൊരു ലീഡ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഇന്നുകൂടി പരമാവധി ശ്രമിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അടക്കം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ ഇനി കണ്ടെത്തൽ അത് ഏറെ നിർണായകമാകും ഈ ദൗത്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന്. ശരി സരീഷ്.